സയൻസ് സെന്റർ നിയർ പോസ്റ്റ് ഓഫീസ് എടോടി വടകര. ഗോകുലം ഗ്രൂപ്പ് ഓഫ് സ്കൂളുകളുടെ ഇന്റർ സ്റ്റേറ്റ് കലോത്സവമായ നവരസയിൽ ഓവറോൾ കിരീടം ചൂടി വടകര ഗോകുലം പബ്ലിക് സ്കൂൾ. ആഹ്ലാദാരവം തീർത്ത കിരീടവുമായി സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും റോഡ് ഷോ നടത്തി. വടകര ഗോകുലം പബ്ലിക് സ്കൂൾ അങ്കണത്തിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോ വടകര പട്ടണത്തിലൂടെ കറങ്ങി സ്കൂളിൽ സമാപിച്ചു. 2 വർഷമായി തുടങ്ങിയ CBSE ഇന്റർ സ്കൂൾ കലോത്സവമാണ് നവരസ. കലോത്സവത്തിൽ മിന്നും നേട്ടമാണ് ഈ വർഷം ഗോകുലം പബ്ലിക് സ്കൂൾ സ്വന്തമാക്കിയത്. മത്സരത്തിൽ കലാതിലകപ്പട്ടം ചൂടിയവരെയും വിജയത്തിലേക്ക് നയിച്ച സ്കൂളിലെ അധ്യാപക അനധ്യാപകരെയും മറ്റ് ജീവനക്കാരെയും MLA KK രമ അനുമോദിച്ചു. ഗോകുലം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന അനുമോദന ചടങ്ങിൽ മത്സര വിജയികൾക്കുള്ള ട്രോഫികളും MLA വിതരണം ചെയ്തു. മാഡം വിളിച്ചു പറഞ്ഞ ഒരു പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും അധ്യാപകർ സദസ്സിലേക്ക് ഇറങ്ങി മൊമന്റോകൾ നൽകി. ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പൽ പ്രൊഫസർ സണ്ണി ഫ്രാൻസിസ് അധ്യക്ഷനായി. കലോത്സവത്തിൽ പ്രതിഭകളായ തനയ് രാംജിത്ത്, ജഗത് രാംജിത്ത് കലോത്സവത്തിൽ കലാപ്രതിഭകളായ തനയ് രാംജിത്തിനും ജഗത് രാംജിത്തിനും കലാതിലക പട്ടം നേടിയ നമന്യയ്ക്കുമുള്ള ട്രോഫികൾ MLA വേദിയിൽ കൈമാറി. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന അനുമോദന ചടങ്ങിൽ വൈസ് പ്രിൻസിപ്പൽ ജ്യോതി സുരേഷ്, ഗോകുലം ചിറ്റ് ആൻഡ് ഫിനാൻസ് AGM സന്തോഷ്, രവിപുരത്ത് ശശികുമാർ, സമിഷ സജിത്ത്, റീന ജോസ്, ഷെറീന ദാസ് എന്നിവർ സംസാരിച്ചു. റോഡ് ഷോയുടെ ഫ്ളാഗ് ഓഫ് സ്കൂൾ ഗ്രൗണ്ടിൽ MLA നിർവഹിച്ചു. ആശീർവദിക്കുക, അനുഗ്രഹിക്കുക. ഇത് അഭിമാനത്തിന്റെ നിമിഷങ്ങൾ, ഇത് ആത്മസമർപ്പണത്തിന്റെ നിറക്കൂട്ട്. ഒരു വിജയത്തേരിൽ നിങ്ങൾ ഗോകുലം പബ്ലിക് സ്കൂളിലെ വടകര നിൽക്കുമ്പോൾ അതിൻ്റെയൊക്കെ ആവേശം ഞങ്ങളുടെയൊക്കെ മനസ്സിലുണ്ടാവണം. എൻ്റെ മനസ്സിലും ഞാനൊരു ജനപ്രതിനിധി എന്ന നിലയിൽ വടകര മണ്ഡലത്തിൽ എൻ്റെ മണ്ഡലത്തിലെ ഒരു വിദ്യാലയത്തിന് ഈ കലോത്സവത്തിൽ വിജയരഥത്തിൽ എത്താൻ സാധിച്ചു എന്നതിലുള്ള അഭിമാനം ഞാനും കൂടെ പങ്കുവയ്ക്കുകയാണ്. ആ ഒരു സന്തോഷ നിമിഷത്തിൽ നിങ്ങളോടൊപ്പം ഇരിക്കാൻ, നിങ്ങളുടെ ഈ ആഹ്ലാദത്തിൽ, നിങ്ങളുടെ ഈ ആവേശത്തിൽ, നിങ്ങളുടെ ഈ സന്തോഷത്തിൽ പങ്കുചേരാൻ കഴിഞ്ഞതിൻ്റെ ഒരു അഭിമാനവും സന്തോഷവും ഞാനും പങ്കുവയ്ക്കുന്നു. നമ്മുടെ CBSE സ്കൂളുകളെ സംബന്ധിച്ച് എപ്പോഴുമുള്ള പരാതി, വിദ്യാർത്ഥി രക്ഷിതാക്കളൊക്കെ പലപ്പോഴും പറയുന്ന ഒരു കാര്യം, വിദ്യാർത്ഥികൾക്ക് അവരുടെ കലാവാസനകളെ, സർഗവാസനകളെ പ്രോത്സാഹിപ്പിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ഞങ്ങളെപ്പോലുള്ള ജനപ്രതിനിധികളും അത് പലപ്പോഴും പല വേദികളിലും പങ്കുവെച്ചിട്ടുണ്ട്. ഇപ്പോൾ പൊതുവിദ്യാലയത്തിൽ കുട്ടികൾക്ക് കിട്ടുന്ന അത്ര അവസരങ്ങൾ ഇത്തരത്തിലുള്ള വിദ്യാലയങ്ങളിൽ ലഭിക്കുന്നില്ല. അതുകൊണ്ട് അത് അവരെ സംബന്ധിച്ച് അവരുടെ ഉള്ളിലുള്ള കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാൻ, അവരെ ഭാവിയിലേക്ക് കൈപിടിച്ചുയർത്താൻ ഒക്കെ ചെറിയ പ്രയാസമുണ്ടാക്കുന്നുണ്ടോ എന്നുള്ളൊരു ആശങ്ക ഞങ്ങളൊക്കെ പലപ്പോഴും പങ്കുവച്ചിട്ടുണ്ട്. പക്ഷേ ഗോകുലം സ്കൂൾ അതിൽ നിന്നും വ്യത്യസ്തമാവുകയാണ്. അതിനും വ്യത്യസ്തമായി ഗോകുലം സ്കൂൾ മാറുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ 2 വർഷത്തിൽ അധികമായി, 2 വർഷമായി എന്ന് വിചാരിക്കുന്നു ഞാൻ, ഈ ഒരു നവരസ എന്ന പേരിൽ ഒരു പരിപാടി, കലാമത്സരം നടത്താൻ വേണ്ടി തീരുമാനിച്ചത്. അതിലെ കഴിഞ്ഞ വർഷം അതിൻ്റെ ഫ്ലാഗ് ഓഫ് ഇവിടുന്ന് അതിൻ്റെ നടത്താൻ ഒരു ഭാഗ്യം ലഭിച്ച ഒരു വ്യക്തി കൂടിയാണ് എന്നുള്ളത് അതും എൻ്റെ ഒരു സന്തോഷം ഇരട്ടിപ്പിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ കുട്ടികളെ അവരിൽ ഉറങ്ങിക്കിടക്കുന്ന, അവരിൽ ഉള്ള ഒരുപാട് കായികമായിട്ടുള്ള ഒരുപാട് കഴിവുകൾ ഉണ്ടാകും.
അത്തരം കഴിവുകളൊക്കെ പ്രോത്സാഹിപ്പിക്കുകയും അത് മുന്നോട്ട് കൊണ്ടുവരികയും അവരിലുള്ള എല്ലാ കലകളെയും പ്രോത്സാഹിപ്പിച്ചു കൊണ്ടുവരാനും ഒക്കെ ഇതിനെ സാധിക്കുകയാണ്. അപ്പം അങ്ങനെയാണ് കലാമത്സരങ്ങൾ നടക്കുന്നത്. തുറന്ന വാഹനത്തിൽ ഓവറോൾ കിരീടവുമായി ഗോകുലം പബ്ലിക് സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും ഉൾപ്പെടെ നഗരം ചുറ്റി.